ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ സ്റ്റാർ വ്ലോഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കുറച്ച് വെയർ ഹൗസിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ 2-3 ഷോർട്സും കൂടി ഇടാം വെയർ ഹൗസിൽ. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് കാര്യങ്ങൾ മനസ്സിലാവും. എൻ്റെ സുഹൃത്തുക്കളെ വർക്ക് ചെയ്യുന്നുണ്ട്, അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് എടുത്ത കുറച്ച് ഷോർട്സാണ്, അത് ഞാൻ ഇടാം. കുറച്ചുകൂടെ ഒരു ക്ലാരിറ്റി കിട്ടും നിങ്ങൾക്ക്. അപ്പോൾ Ну вот, Марк, просто посмотрите, он очень медленный. Наверное, все-таки, да, действительно, его лучше в ночь перевести будет. Потому что, нет. Он просто надо, вот смотрите, пацаны уже по 3-4 ячейки пикнули, а он с одной ячейкой не справляется. ഹായ്, അപ്പോൾ ഇതാണ് നമ്മൾ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ പല സെക്ഷനുണ്ട്. ഇതൊരു സെക്ഷൻ വർക്കിങ് നടക്കുകയാണ്. ഓസോണിൻ്റെ കൊറിയർ വണ്ടികൾ അവരുടെ വണ്ടിയിലേക്ക് സാധനം സെറ്റായത് ഇങ്ങനെ കൊണ്ടുപോകുകയാണ്. അപ്പോൾ കൊണ്ടുപോകാൻ തുടങ്ങി. എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞു കേട്ടോ, ശേഷം കൊണ്ടുപോകാൻ തുടങ്ങി. ഇതൊരു സെക്ഷനാണ്. ഇതിങ്ങനെ വേറൊരു സെക്ഷനാണ്. ഇതൊരു സെക്ഷനാണ്. ഇവിടെ അടിയിൽ പതിട്ടൊക്കെ ഉണ്ട് ഒരു സെക്ഷൻ. അവിടെ കാണുന്ന ആ സെക്ഷനിലാണ് ഞാൻ വർക്ക് ചെയ്യേണ്ടത്. പെട്ടികളൊക്കെ വെച്ച് ചെറിയ ചെറിയ പാക്കറ്റുകൾ പെട്ടിയിലേക്ക് സ്കാൻ ചെയ്ത് ഫില്ല് ചെയ്യുക. ആ പെട്ടി അവിടെ നിന്ന് അങ്ങനെ തിരിച്ചു പോയി ഇതിൻ്റെ ഉള്ളിലെത്തും. ഇതൊക്കെ ഓസോണിൻ്റെ ഓരോ വണ്ടിക്കാർ വന്നിട്ട് ഇങ്ങനെ വലിച്ചു കൊണ്ടുപോകുക. അതിലൊക്കെ ഉണ്ട് ആ നീല ബോക്സ്. ഓരോരോ വ്യത്യസ്തമായ സെക്ഷനുകളാണ്. പല സെക്ഷനുകളും വണ്ടി ഉള്ളിൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ വന്നിട്ട് ഇവിടെ ഭക്ഷണം കഴിക്കാനുള്ള ഓരോരോ 2 മണിക്കൂർ ടൈമിൽ ബ്രേക്ക് ഉണ്ട്. അവിടെ വേണമെങ്കിൽ ആ ഫ്രീസറിൽ കേക്ക്, ചോക്ലേറ്റ്, ജ്യൂസുകൾ, പെപ്സി, എനർജി ഡ്രിങ്ക്സ് ഉണ്ട്. ഓവനുണ്ട്, ഫുഡ് കൊടുന്നാൽ ചൂടാക്കാനുള്ള. ഫ്രീസറുണ്ട്, സാധനങ്ങളൊക്കെ ഇവിടെ കൊടുന്നാൽ വെക്കാം. പെപ്സിയോ ചോറോ കേടിലായിരിക്കുക 2 ദിവസം 3 ദിവസമൊക്കെ ഉണ്ടാക്കി വെച്ച സാധനങ്ങളൊക്കെ വെക്കാനുള്ള ഫ്രീസറുകൾ ഇവിടെ ഉണ്ട്. അതേമാതിരി ഇവിടെ ഇങ്ങനെ അത് ഒക്കെ ഓരോരോ പെണ്ണുങ്ങൾക്ക് ആണുങ്ങൾക്ക് ഡ്രസ്സുകൾ വെക്കാൻ, വർക്കിംഗ് ഡ്രസ്സുകൾ വെക്കാനുള്ള സെറ്റപ്പാണ് ഇവിടെയൊക്കെ. അപ്പം നമ്മൾ വർക്ക് ചെയ്ത് സെറ്റാക്കി വെച്ച സാധനങ്ങൾ ഈ വണ്ടികളൊക്കെ കൊണ്ടുപോകാൻ വന്ന വണ്ടിയാണ്. ഈ വണ്ടിയിലേക്ക് കയറ്റണ ഒരു കാഴ്ചയും കൂടി നമുക്ക് കാണാം. ഹാളിൽ നിന്ന് ഇതൊക്കെ ഓരോരോ ഗേറ്റുകളാണ്. 28-29 നമ്പറുകൾ ഓരോ ഗേറ്റിൽ ഓരോ വണ്ടി സെറ്റാക്കി വെച്ചേക്കാണ്. എല്ലാ ഗേറ്റിങ്ങിലും ഓരോ വണ്ടിയുണ്ട്. എക്സ്ട്രാ പുറത്ത് സമയമില്ലാത്തൊരു പുറത്തേക്ക് പോയാൽ ഓരോന്ന് വലിച്ചു കൊടുക്കുന്നുണ്ട്. ഓരോരുത്തരും വണ്ടി കയറ്റും. നമ്മൾ സെറ്റാക്കി വെച്ച ഓരോ ബോക്സുകളും സംഭവങ്ങളൊക്കെ ഓരോരുത്തർ വന്ന് ഓരോ വണ്ടിയിലേക്ക് കയറ്റിയാണ്. ഈ നീല ബോക്സ് കണ്ട ഇതിലേക്കാണ് ഞാനവിടെ വർക്ക് ചെയ്ത് നിറച്ച് ഫില്ലാക്കിയാണ് വിടൽ. നിറച്ചവിടെ ഇടും. ഓരോരുത്തർ വന്നങ്ങനെ വലിച്ചുകൊണ്ട് ഓരോ സെക്ഷനിൽ ഇതേമാതിരി ഓരോ സെക്ഷനിലാക്കും. അതിങ്ങനെ ഓരോ വണ്ടിക്കാർ വലിച്ചുകൊണ്ട് പോകും. ഇതൊക്കെ ഉണ്ട് ആ പെട്ടികളിലേക്ക് നിറക്കണ പണിയാണ് എൻ്റെ പണി. ഇതൊക്കെ ഓരോ വണ്ടികൾ എംകാഷ്കുകൾ എംകാഷ്കാണെന്നതിന് പറയാം. വണ്ടിയിലേക്ക് കയറ്റി ഓരോരോ ഏരിയയിലേക്ക് പോവുകയാണ്. ഇതൊക്കെ നിറഞ്ഞിട്ടുണ്ട് ഈ വണ്ടികളുണ്ട്. ഇതിലേക്കാണ് നമ്മൾ ഈ സാധനമൊക്കെ പുറത്തേക്ക് എടുക്കുന്നത്. ഇത് സിഗരറ്റ് വലിക്കുന്ന ഏരിയയാണ്. വലിക്കാർക്ക് സിഗരറ്റ് വലിക്കാനുള്ള ഏരിയയാണിത്. ഇത് ഫുള്ള് വണ്ടികൾ, ഈ ഫുള്ള് വണ്ടികൾ ഇതൊക്കെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അവർക്കൊന്നും ഇവിടെ അടുത്ത് കൊടുന്ന് വെച്ച് കയറ്റാനുള്ള സമയമില്ല. അവരെന്ത് ചെയ്യുക, അവരെ ഉള്ളിൽ നിന്ന് വലിച്ചു കൊണ്ടുപോകും. വലിച്ചുകൊണ്ടുപോകും. ഇതൊക്കെ അവിടെ ഇട്ട് അങ്ങനെ കയറ്റും. 100 കണക്കിനല്ല 1000 ഓസോണിൻ്റെ വണ്ടികളാണ് ഇവിടെ നിരന്നിട്ട് സംഭവങ്ങളൊക്കെ കയറ്റി കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് ഔട്ടർ മോസ്കോയിലാണ്. ഇവിടെ ഇപ്പോൾ പയ്യെ തണുപ്പിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. ഔട്ടർ ഒന്ന് കാണിച്ചു തരാം, സ്ഥലങ്ങളൊന്ന് കാണിച്ചു തരാം. ഇതാണ്ടോ, ഇതാണ്. ഇപ്പോൾ ഞാൻ സൂപ്പർ മാർക്കറ്റിൽ പോവുകയാണ് കുറച്ച് സാധനങ്ങൾ മേടിക്കാനായിട്ട്. അപ്പോൾ ഇതാണ്, ഇലകൾക്കൊക്കെ പയ്യെ മഞ്ഞ കളറായി തുടങ്ങിയിട്ടുണ്ട്. ഇതിനി പയ്യെ കൊഴിയും. ഇവിടെ ഒരുപാട് കൊഴിഞ്ഞു വന്നിട്ടുണ്ട്. കണ്ട, ഇതുപോലെ ഫുള്ള് കൊഴിയും. ഇപ്പോൾ നിലവിലിത് ഇലകൾ മൊത്തം കൊഴിഞ്ഞുകൊണ്ടിരിക്കുക. നല്ല കാറ്റുണ്ട്. അപ്പോൾ ഇലകൾ മൊത്തവും കൊഴിഞ്ഞതിന് ശേഷം തണുപ്പ് പയ്യെ കൂടും. തണുപ്പ് കൂടിയതിന് ശേഷം പയ്യെ മൈനസിലോട്ട് കടക്കും. അങ്ങനെയാണ് ഇനി ഇവിടുത്തെ ക്ലൈമറ്റ് ചേഞ്ച് ചെയ്യാൻ പോകുന്നത്. ഇത് കണ്ട, ഫുള്ള് മഞ്ഞ കളറായിട്ടുണ്ട് ഇവിടെ. നമ്മുടെ സുഹൃത്താണ് ജിമി ബ്രോ.
ആളിലൂടെയാണ് ഞാൻ താമസിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചാണ് ഇപ്പോൾ നിൽക്കുന്നത്. കുറച്ച് നാളത്തേക്ക് ഞങ്ങൾ ഒരുമിച്ചായിരിക്കും. അപ്പോൾ നമ്മുടെ ക്ലയൻസ് വരുന്നുണ്ട് നാളെ, കുറച്ച് 5 ടോട്ടൽ 7 പേര് വരുന്നുണ്ട്. അപ്പോൾ അവരുടെ കാര്യങ്ങളൊക്കെ നോക്കണം. കുറച്ച് ബിസി ആയിരിക്കും, ഇനി കുറച്ച് നാളത്തേക്ക് ബിസി ആയിരിക്കും. അപ്പോൾ എല്ലാവർക്കും പ്രോപ്പറായിട്ട് റിപ്ലൈ തരാൻ പറ്റില്ല. എനിക്ക് ഒരുപാട് പേര് വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്നുണ്ട്, പ്രോപ്പറായിട്ട് റിപ്ലൈ തരാൻ പറ്റുന്നില്ല. ഞാൻ ക്ഷമ ചോദിക്കുന്നു. പക്ഷേ എനിക്ക് എന്നെക്കൊണ്ട് പറ്റണ പോലെ ഞാൻ കാര്യങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവിടെ ഒരുപാട് പേര് വിളിച്ചിട്ട് എന്ത് ഹെൽപ്പ് ചോദിച്ചാലും എന്നെക്കൊണ്ട് പറ്റണ രീതിയിൽ ഞാൻ എല്ലാവരെയും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ റഷ്യയിലോട്ട് വരാൻ താല്പര്യമുണ്ടെങ്കിൽ വരാം. നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. എന്തെങ്കിലുമൊക്കെ ഡൗട്ട് വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. പിന്നെ വർക്ക് വിസയിൽ വരാൻ താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം. എന്നെക്കൊണ്ട് പറ്റണ ഹെൽപ്പ് ഞാൻ ചെയ്തു തരാം. പിന്നെ ഇന്നലെ ഒരു സംഭവം ഉണ്ടായി. ഇന്നലെ ഞങ്ങൾ പുറത്തു പോകുന്ന സമയത്ത് ഒരു തമിഴ്നാട്ടിലുള്ള ഒരാളെയും ഒരു മലയാളി പയ്യനെ കണ്ടു. അതിൽ ഇവിടുത്തെ ഗവൺമെൻറ് യൂണിവേഴ്സിറ്റിയാണ്. ഞാൻ യൂണിവേഴ്സിറ്റിയുടെ പേരൊന്നും പറയണില്ല. ഒരു ഏജൻറ്റ് നല്ല പൈസ മേടിച്ചു, വളരെ അധികം പൈസ മേടിച്ചിട്ട് കൊണ്ടുവന്ന് ആളുടെ അടുത്ത് യൂറോപ്പിൽ പോകാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നേക്കുവാണ്. അങ്ങനെ ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ പറ്റില്ലെന്ന് പറഞ്ഞപ്പോഴാണ് ആൾ റിയലൈസ് ചെയ്യണത്. മനസ്സിലായോ? അവർക്ക് ഇതൊന്നും അറിയില്ല. ഇവിടെ നിന്ന് ഫിൻലൻഡിലോട്ട് പോകാം, അല്ലെങ്കിൽ ഇവിടെ നിന്ന് പോളണ്ടിലോട്ട് പോകാം എന്നുള്ള രീതിയിലാണ് പകുതി സ്റ്റുഡൻസിനെയും കൂടെ കൊണ്ടുവന്നെ. അപ്പോൾ അതൊന്നും പോസിബിൾ അല്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ഈ ഒരു തട്ടിപ്പിൽ ഇരയാവാതിരിക്കാൻ വേണ്ടി അവരോട് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കാവുന്നതാണ് ഈ കാര്യം. പോസിബിൾ അല്ലാത്ത കാര്യങ്ങൾ നമ്മളത് പറയുക. അല്ലാണ്ട് ഈ ഏജൻറ്റുമാർ ഇവിടെ വന്ന് യൂറോപ്പിലോട്ട് പോകാൻ പറ്റും, നിങ്ങളുടെ ലൈഫ് സെക്യൂർഡ് ആവും എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടേക്ക് വരരുത്. കാരണം അത് നോട്ട് പോസിബിളാണ്, നടക്കില്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ തന്നെ നിൽക്കാം, ജോലികളൊക്കെ ചെയ്യാം. പിന്നെ കോളേജാണെങ്കിൽ അതനുസരിച്ച് നിങ്ങൾ ക്ലാസ്സിലും പോകണം, ജോലിയും ചെയ്യണം. വലിയ ഏണിങ്സ് ഒന്നും പ്രതീക്ഷിക്കണ്ട. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ലൈഫ്. ഓക്കെ, വിക്കോവോ എന്ന് പറഞ്ഞ മെട്രോ സ്റ്റേഷനിലാണ് ഞാൻ നിൽക്കുന്നത്, ഓറഞ്ച് ലൈൻ്റെ ഏറ്റവും അറ്റത്ത്. ഇത് കണ്ട ഡെലിവറി ബോയ് ആണ്, ഡെലിവറി ജോലിക്ക് പോകണം. ഒരുപാട് ഡെലിവറി ബോയ്സ് ഉണ്ട് ഇവിടെ ഈ ഒരു ഏരിയയിൽ. നമുക്ക് പോകേണ്ടത് അങ്ങോട്ടേക്കാണ്. അവിടെ സൂപ്പർ മാർക്കറ്റിൽ എന്തുണ്ട്, അപ്പോൾ അവിടെ കുറച്ച് സാധനങ്ങൾ മേടിക്കണം. ഇപ്പോൾ റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുവാണ്. അവിടെ സിഗ്നൽ വീണിട്ടില്ല, ഗ്രീൻ വീണിട്ടില്ല. ഗ്രീൻ വീണാലാണ് നമുക്ക് അപ്പുറത്തായിട്ട് ക്രോസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇന്ന് ഇവിടെ ഞായറാഴ്ച കൊണ്ട് തന്നെ കുറച്ച് ചോറും ചിക്കൻ കറിയും വെക്കാമെന്നുള്ളൊരു പ്ലാനിലാണ് ഞങ്ങൾ രണ്ടുപേരും. അപ്പോൾ അതിൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഞങ്ങളങ്ങനെ പെറ്റിയോസ്ക എന്ന് പറഞ്ഞ ഒരു സൂപ്പർ മാർക്കറ്റിലാണ് പോകുന്നത് സാധനങ്ങൾ മേടിക്കാനാട്ടാ. മിക്ക സാധനങ്ങളും അവിടെ നിന്നാണ് മേടിക്കുന്നത്. അവിടെ ഈ ഇപ്പം ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് കുറച്ചുകൂടെ റേറ്റ് കുറവാണ്. അതായത് മോസ്കോ സെൻറ്ററിനെ അപേക്ഷിച്ച് അവിടത്തെക്കാളും സാധനങ്ങൾക്ക് റേറ്റ് ഡിഫറെൻ്റ് ഉണ്ട് ഇവിടെ. അതാണ് ഇവിടുത്തെ പ്രത്യേകത. ഇവിടെ നമ്മൾ ഓരോ സ്ഥലങ്ങളിലോട്ട് മാറുന്നതനുസരിച്ച് സാധനങ്ങളുടെ വിലയ്ക്ക് വ്യത്യാസം വരും. പിന്നെ അതുമാത്രമല്ലാണ്ട് ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഒരു ഹോസ്റ്റലിൽ താമസിച്ച് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കണ ഒരു എക്സ്പെൻസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെങ്ങനെയുള്ളവർക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ജോലിക്ക് അല്ലെങ്കിൽ ഇവിടെ ടൂറിസ്റ്റ് വിസയ്ക്കൊക്കെ വന്നിട്ട് ഹോസ്റ്റലിൽ നിൽക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാനത് ഇട്ടത്. ഓക്കെ, നിങ്ങൾ ഒരു കമ്പനിയിൽ വർക്കിന് വരുവാണെന്നുണ്ടെങ്കിൽ ഫ്രീ അക്കോമഡേഷൻ ആയിരിക്കും. ഫ്രീ അക്കോമഡേഷനും ട്രാൻസ്പോർട്ടേഷൻ ഫ്രീ ആയിരിക്കും. അപ്പോൾ അവിടെ നിങ്ങൾ ഭക്ഷണത്തിൻ്റെ എക്സ്പെൻസ് മാത്രം നോക്കിയാൽ മതി. അറൗണ്ട് ഒരു 5000 to 7000 രൂപ വരെ നിങ്ങൾക്ക് എക്സ്പെൻസ് വരും മാക്സിമം ഒരു മാസം ഫുഡിന്. അത്രയൊക്കെ തന്നെ വരുള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, ഈ വെയർ ഹൗസ് വർക്കിൻ്റെ കാര്യങ്ങൾ. എന്നാലും വീഡിയോ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടും. സ്കെയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് ചിക്കൻ മേടിക്കേണ്ട ആവശ്യമുണ്ട്. അയ്യോ, ചിക്കൻ നമ്മൾ മേടിക്കാൻ വന്ന ചിക്കൻ തീർന്നു പോയിട്ടോ. കട്ട് പീസ് എടുത്താൽ യെസ്. This one is only leg piece. I don't want leg piece. This is okay. Yeah, it's boneless piece. Yeah. This is okay. 269 രൂപ കേട്ടോ ഒരു ബോക്സിന്. അപ്പോൾ അതെടുത്തിട്ടുണ്ട്, ബോൺലെസ് പീസാണ്. പിന്നെ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഇറങ്ങി, പെറ്റിയോസ്കയിൽ നിന്ന് ഇറങ്ങി നമ്മളിതേ തിരിച്ച് റൂമിലോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ ഇന്നൊരു കോള മേടിച്ചിട്ടുണ്ട്. ഇതാണ് എവർവേസ് കോള. ഇത് റഷ്യൻ കോളയാണ്. 90 റുപ്പീസാണ് വന്നത്. അപ്പോൾ ഒരാളെ റോട്ടി വെച്ചിട്ടുണ്ട്. അത്കൂതാ ബ്രാ, കിർഗിസ്ഥാൻ, റഷോ. വാലേക്കും സലാം. നർമാൽ.
അങ്ങനെ നമ്മളിതേ ഒരു കോള മേടിച്ചു. ഏകദേശം 90 രൂപയാണ് ആയത്. ചിക്കന് ബോൺ പീസ് മാത്രമായിട്ട് നമുക്ക് 235 രൂപയാണ് വന്നത്. അത് ഏകദേശം 1.5 കിലോനടുത്തുണ്ട് ആ ഒരു പീസ്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ റൂമിലോട്ട് പോവുകയാണ്. ഓക്കെ, ഇതുണ്ടോ ബോട്ടിരിക്കുന്നുണ്ടോ അടുത്ത്? അത് ഇവിടെ പൊതുവേ കാണുന്നൊരു കാഴ്ചയാണ് കേട്ടോ. മിക്കവരും അടിച്ച് ഫിറ്റായിട്ട് റോട്ടിൽ തന്നെ കിടന്നങ്ങ് ഉറങ്ങിക്കളയും. അത് ഇവിടെ മിക്കപ്പോഴും പൊതുവേ കാണുന്നത്. ഇവിടെ മദ്യത്തിന് വില കുറവായതുകൊണ്ട് ഇവിടെ അങ്ങനെയാണ്. പിന്നെ തണുപ്പ് വരുമ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇവിടെ പയ്യെ തണുപ്പിലോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ക്ലൈമറ്റ്. ഇനിയിപ്പോൾ അടുത്ത മാസം തൊട്ട് ഇവിടെ ഫുള്ള് ഇലകളൊക്കെ പൊഴിഞ്ഞ് ഫുള്ള് മഞ്ഞിലോട്ട് കിടക്കും. ഓക്കെ, ഇപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുവാണ്. നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ കൂടെ നിൽക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.